2019 നെക്സോൺ, സെക്കൻഡ് ഓണർ, 50,000 കിലോമീറ്റർ. 2017 ബ്രീസ LDI. ഓണർഷിപ്പ് 3 കിലോമീറ്റർ 61,000 ജനുവൻ. സിംഗിൾ ഓണർ. 2019 സെലേറിയോ VXI ഓട്ടോമാറ്റിക്. 2022 VXI 27,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 27. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ഊറാംവിള എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ എടുക്കാവുന്നതും വിശ്വസിക്കാവുന്നതുമായ നല്ലൊരു ഷോപ്പാണ്. കാരണം ഞാനിത് വല്ലപ്പോഴൊക്കെ വന്ന് ചെയ്യുന്ന ഷോപ്പാണ്. സ്ഥിരം വീഡിയോസ് ചെയ്യാറില്ല. നല്ല വണ്ടികൾ കയ്യിൽ സ്റ്റോക്ക് കയറിയാൽ മാത്രം ചെയ്യുന്ന ഒരു ഇക്കയാണ്. അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് മാന്യമായ വിലയിലും നല്ല നല്ല വണ്ടികൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ, ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. 2020 LXI സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ, 4 പുത്തൻ ടയർ. റീപ്ലേസ് ഇല്ല. കിലോമീറ്റർ ജെന്യുവൻ ആണോ? 40 ചില്ലറയായിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ഹിസ്റ്ററി വേണമെങ്കിൽ എടുക്കാം. തട്ടില്ല, ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ടയർ 4 മാറി. 4 പുതിയത്. വണ്ടിക്ക് അകമൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിക്കുകയാണ്. ടയേഴ്സ് പുതിയതാണ്. ഓൾട്ടോ 2020 വണ്ടി. 20. അപാകതകളൊന്നും ഒന്നുമില്ല. ടച്ചിങ്, പെയിൻറ്റിങ് ഒന്നുമില്ല. തൊട്ടിട്ടില്ല. ഓക്കെ. എത്ര ചോദ്യമൊന്നുമില്ല. ലാസ്റ്റ് 3.35 കൊടുക്കാം. ലാസ്റ്റാണ്. പിന്നെ ഒരു ബാർഗനിങ്ങിന് വേണ്ടി വെക്കുന്നില്ല. വില 3.35 ഒറ്റ വിലയാണ്. 2022 VXI Ertiga. VXI ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇത് ഒരു വീട്ടിൽ തന്നെ പേര് മാറിയതാ. ഇപ്പം 3ലാണ് നിൽക്കുന്ന. 65,000 കിലോമീറ്റർ. റീപ്ലേസ് ഇല്ല. കിലോമീറ്റർ ജെന്യുവൻ ആണ്. 65,000. ആൻഡ്രോയിഡൊക്കെ പ്രത്യേകം കയറ്റിയിട്ടുണ്ടല്ലേ. മാനുവൽ VXI 2022. വണ്ടിക്കകമൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല വൃത്തിയാണ്. അതൊന്നും കുഴപ്പമില്ല. നീറ്റായിട്ടിരിപ്പുണ്ട്. ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. 4 ടയർ മാറിയതേ ഉള്ളൂ. ഒരു 100 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. പുത്തൻ ടയേഴ്സാണ്. ഇപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ പിന്നെ ബാക്കിലോട്ട് നോക്കണ്ട. ഓവറോൾ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഏകദേശം എത്രയാണ് പ്രൈസ്? ഫൈനൽ നമുക്ക് 8,25,000 രൂപ കൊടുക്കും. ഫൈനലാണ്. ഓക്കെ. ലാസ്റ്റ് പ്രൈസാണ്. വേറെ ബാർഗെയിനിങ് അപ്പം പറയുന്നില്ല. എല്ലാ വണ്ടിയും ലാസ്റ്റ് പ്രൈസ് അല്ലേ പറയാം. എന്തെങ്കിലും നമുക്കൊരു ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടാവുമല്ലോ. ചെറിയ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഏകദേശം ഒരു ലാസ്റ്റ് പ്രൈസ് എന്നുള്ള രീതിക്കാണ്. 2019 നെക്സോൺ, സെക്കൻഡ് ഓണർ, 50,000 കിലോമീറ്റർ. കിലോമീറ്ററൊക്കെ ജെന്യുവൻ ആണ്. 50 കിലോമീറ്റർ. മാനുവൽ 50,000. നെക്സോൺ 2019. ഇത് വേരിയന്റ് ഏതാ? വേരിയന്റ് ഇത് ബേസ് മോഡലാണ്. അപ്പോൾ ആൻഡ്രോയിഡൊക്കെ പ്രത്യേകം വെച്ചതാണ്. ബേസ് മോഡൽ വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ഓണറാണ്. അഡീഷണൽ ബാക്കിൽ പവർ വിൻഡോസും ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. ടയേഴ്സ് നല്ല ടയറാണ്. പുത്തൻ ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 5.40 കൊടുക്കാം. 5.40. ചെറിയ വേരിയേഷൻ വരുമല്ലോ? അത് വരും. ചെറിയ തോതിലുള്ള വേരിയേഷൻസ് ഉണ്ട്. റെഡ് കളറാണ് വണ്ടി. കാണാനൊക്കെ നീറ്റാണ്. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ. 2019 സെലേറിയോ VXI ഓട്ടോമാറ്റിക്. എന്ത് ഓടിയിട്ടുണ്ട്? 32,000 കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. പുതിയ സീറ്റ് കവർ. ക്വാളിറ്റി, ഒരു ഡാമേജ് ഇല്ല. ഒന്നുമില്ല. റീപെയിന്റ് ഇല്ല. ഒന്നും കയറിയില്ല. നല്ലൊരു സീറ്റ്. 2019 VXI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ടയർ കമ്പനി വന്ന 2 ടയർ മാറിയിട്ടുണ്ട്. ബാക്കി കമ്പനി വന്നു. എത്ര ചോദ്യം? 4,70,000 രൂപ കൊടുക്കുക. 470. ചെറിയ വേരിയേഷനും ഉണ്ടാവും. 470 ചോദ്യം. ഓക്കെ. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും കാണുന്നില്ല. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തട്ടുമുട്ട അങ്ങനെയുള്ള ഒന്നുമില്ല. 2016. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ VXI ആണ്. 2 ഓണർഷിപ്പ്. കിലോമീറ്റർ ഒക്കെ എന്തോ? 70,000 ഓടി.
70. വണ്ടി പക്ഷേ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട് അല്ലേ. ഫോർഡോ പവർ വിൻഡോസാണ്. VXI ആകുമ്പോൾ ഫോർഡോറാണ്. ബാക്ക് സൈഡൊക്കെ ഓക്കെ. ടയർ ആവറേജ് 3.25 കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 3.25. 3.25. വലിയ അപാകതകളൊന്നും കാണുന്നില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ചെറിയ ടച്ചിങ് വന്നിട്ടുണ്ട്. ഓക്കെ. ഫ്രണ്ട് ടയറൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട് ഫ്രണ്ടിൽ. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. 2017 ബ്രീസ LDI. ഓണർഷിപ്പ് 3 കിലോമീറ്റർ 61,000. ജെനുവിൻ. കറക്റ്റ് കമ്പനി സർവീസാണ്. വണ്ടിക്കകം ഒക്കെ നീറ്റാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന ക്വാളിറ്റി കറക്റ്റ് കമ്പനി സർവീസ്. ഓണർഷിപ്പ് അവിടെ ഒരു മാറിയെങ്കിലും ഒരു വീട്ടിൽ തന്നെ മാറിയതാണ്. LDI ആണ്. അപാകതകൾ എന്തെങ്കിലും ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് 6. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 5.80 കൊടുക്കാൻ പറ്റും. 5.80. ലാസ്റ്റ് പ്രൈസ് എന്ന രീതി വേണമെങ്കിൽ 5.80 പറയാം. ഓക്കെ. വണ്ടി ഫ്രണ്ടൊക്കെ ഇച്ചിരി പണിഞ്ഞ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അത് ഇത് മാറിയിട്ടുണ്ട്. ഗ്രില്ല് വെച്ചിട്ടുണ്ട്. 2021 നിസാൻ മാഗ്നറ്റ് XL. എന്ത് ഓടിയിട്ടുണ്ട്? 22,000 കിലോ, 18,000 കിലോമീറ്റർ. 18. ക്ലീൻ, ഒന്നും നോക്കാനില്ല. സിംഗിൾ ഓണർ. ഇതെന്തായാലും കമ്പനി സർവീസ് തന്നെ ആയിരിക്കും. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ. ഒരു മൈലേജ് ഒക്കെ പറഞ്ഞാൽ എങ്ങനെ പറയാം? 18 കിലോമീറ്റർ കിട്ടും. ഓക്കെ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 18 ഓടിയ ടയർ. ഫസ്റ്റ് ടയർ. സ്റ്റെപ്പിനി എടുത്തിട്ടില്ല. എത്ര ചോദ്യം? 5.5 നമുക്കൊരു 5.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 5.25. ഇതൊക്കെ ഒരു 10-75 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. വേറെ തട്ട് മുട്ട അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. നീറ്റ് നിസാൻ മാഗ്നറ്റ്. ടയേഴ്സ് ഓക്കെ. ഫസ്റ്റ് ടയറാണ്. വേറെ അപാകതകളൊന്നും കാണുന്നുമില്ല. ലാസ്റ്റ് പ്രൈസാണോ ഈ പറയുന്നത്? എത്രയായിരുന്നു? 5.5 കൊടുക്കും. 2022 സെലേറിയോ ന്യൂ ഷേപ്പ് ZXi ആണ്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. 60,000 കിലോമീറ്റർ. 60. മാനുവലാണ്. 2022 ZXi. ആൻഡ്രോയിഡ് ഒക്കെ വരുന്ന മോഡലാണ്. ഇത് കമ്പനിയിൽ തന്നെ വന്നതാണോ അത് പ്രത്യേകം വെച്ചാണോ? ഏതാണ് ആൻഡ്രോയിഡ്? അത് രണ്ടാമത് വെക്കുന്നതാണ് വരുന്നത്. വെച്ചാ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ടയേഴ്സ് പുത്തൻ ടയർ തന്നെ മാറിയിട്ടുണ്ട്. ടയറുകൾ പുത്തൻ ടയർ. എത്ര ചോദ്യം? 5.5. അതിനകത്ത് നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും. ഒരു ഈ പറയുന്ന വണ്ടിയൊക്കെ ഒരു ഏകദേശം 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളല്ലേ? ഇതൊക്കെ ഒരു 75 ഉണ്ട്. ബാക്കി CC 75. 2012 മോഡൽ വോൾസ്വാഗൻ വെൻഡോ. സിംഗിൾ ഓണർ. 88,000 കിലോമീറ്റർ. പെട്രോളോ ഡീസലാണ്. പെയിന്റിങ് ഒന്നുമില്ല. ക്വാളിറ്റിയാണ്. സിംഗിൾ ഓണറാണ്. മാനുവലാണ്. ഫിനാൻസിൻ്റെ കാര്യം ഉറപ്പില്ല. എങ്കിലും ക്യാഷ് വിലയാണെങ്കിൽ ഒരു 2,85,000 രൂപ കൊടുക്കാൻ പറ്റും. റെഡി ക്യാഷ്. വണ്ടി ക്വാളിറ്റി വരുന്ന മോഡലാണ്. ഒരു ഡാമേജ് ഇല്ല. റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ഇതിൻ്റെ ടയർ മാറിയിട്ടുണ്ട്. ടയർ 4 പുതിയത്. ഒരുവിധം വണ്ടികളുള്ള ടയറാണെങ്കിൽ ടയർ മാറിയിരിക്കും. ഓക്കെ. ഒരു 75 ആ റേഞ്ചിന് ലോണും കിട്ടുമല്ലോ? ലോണിൻ്റെ കാര്യമാണ്. വോൾസ്വാഗൻ ആയതുകൊണ്ട് ഒരു ചെറിയ ടൈറ്റ് വരും. ഓക്കെ. ബാക്കി എല്ലാ ലോൺ കിട്ടുന്ന വണ്ടികൾ തന്നെ. വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. പോലെ നിൽക്കുന്ന വണ്ടി. 2015 VXi പെട്രോള്. സിംഗിൾ ഓണർ. പെട്രോളാണ്. 4 പുത്തൻ ടയർ മാറി. ഇപ്പം 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ ജെനുവിനാണ്. വണ്ടി നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. അല്ല ഇക്കടെ വണ്ടിയല്ല ഏകദേശം ഒരുവിധം നല്ല കിലോമീറ്റർ ജെനുവിൻ ആണോ എന്ന് ഇവിടുത്തെ ഒന്നും ചോദിക്കണ്ട. ചോദിക്കേ വേണ്ട. ജെനുവിനാണ്.
ഓക്കെ. അത് ആ ഒരു ഇതേ വേണ്ട, നമുക്ക് അങ്ങനെയുള്ളതേ അറിയാവുന്നതേ എടുക്കുന്നുള്ളൂ, സംശയമുള്ള വണ്ടി എടുക്കുന്നില്ല. ഓക്കെ. എന്തെങ്കിലും അപാകതകൾ തട്ടോ മുട്ടോ? ഇല്ല, അതുണ്ടെങ്കിൽ പറയാം, ഇതിനകത്തില്ല. ഇല്ല. എത്ര ചോദ്യം? ഇത് 4,75,000 രൂപ. 4,75,000. ഒരു ഇത് 50 രൂപ ഇറക്കാൻ പറ്റുമോ? ഒരു 50-70. വോൾസ്വാഗൻ്റെ ടൈഗൺ 2022 വണ്ടി, 22,000 കിലോമീറ്റർ, ഫുൾ ഓപ്ഷൻ വണ്ടി, മാനുവൽ, ടോപ്പ് ലൈൻ. സൺറൂഫുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള, ഒന്നും ഇല്ലാതില്ല വണ്ടി. കിലോമീറ്റർ നീറ്റ് വണ്ടി, 22,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. IDV 10 ലക്ഷം രൂപ IDV ഉണ്ട്. ഇൻഷുറൻസ് IDV 10 ലക്ഷം ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? ഒന്നുമില്ല, ടച്ചിങ് പോലും ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയർ, കമ്പനി ടയർ, സ്റ്റെപ്പിനെ എടുത്തിട്ടില്ല, തൊട്ടിട്ടില്ല, നീറ്റായിരിക്കും. സ്റ്റെപ്പിനി ആ ഭാഗത്തോട്ട് നോക്കണ്ട. ഓക്കെ. എത്ര ചോദ്യം? 22,000. പുതിയ വണ്ടി 20 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഇത് നമുക്ക് വിലയിൽ വോൾസ്വാഗനായതുകൊണ്ട് വിലയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 12,500 കൊടുക്കാൻ പറ്റും. 12,500. ഓക്കെ. വണ്ടി ഉത്തമ വണ്ടി പോലെ ഇരിക്കും. വേറെ അപാകതകളൊന്നുമില്ല. ഫോറിൽ പോലും ഒന്നുമില്ല. നമ്മൾ പോളിഷ് പോലും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കൊണ്ടുവന്ന് സർവീസ് ചെയ്തിട്ടേക്കുന്നു, അത്രേ ഉള്ളൂ. 2022 മോഡൽ ഡെൽറ്റ ഓട്ടോമാറ്റിക്, കിലോമീറ്റർ 12,000. 12? ജനുവിനാണോ ചോദിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ ചോദിക്കാത്തത്. ആ ചോദ്യം ഇല്ല, ഇതിനകത്ത് പ്രസക്തി ഇല്ല. കൊള്ളാം. വണ്ടി നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നീറ്റാണ്. 22 മോഡല്, 12,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക്. എത്ര ചോദ്യം? ചോദിക്കുന്ന 7.5, നമുക്ക് 7.25 കൊടുക്കാൻ പറ്റും. 7.25. ഈ 7.25 പിന്നെ ബാർഗനിങ് ഇല്ലല്ലോ? പിന്നെന്തോ അതിനകത്ത് ചെയ്യാൻ ഇല്ല. 2019 എസ്ക്രോസ് ഡെൽറ്റ പ്ലസ്, പെട്രോളോ ഡീസൽ? ഡീസൽ. അലായിസ്, പുഷാട്ട് എല്ലാം വരുന്ന മോഡൽ. ആൻഡ്രോയിഡ് ഇല്ല എന്നുള്ളേ ഉള്ളൂ. 2019 മോഡൽ, ഡീസലാണ്. കിലോമീറ്റർ വരുമ്പോൾ 1,20,000 ഓടിക്കുന്നുണ്ട്. 1,20,000. സെക്കൻഡ് ഓണറാണ്. ഓക്കെ. ടയറെല്ലാം മാറിയിട്ടുണ്ടോ? ടയറെല്ലാം പുതിയത്. അഡ്ജസ്റ്റ് ചെയ്ത് വിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 1,20 ഓടിയിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി, ഒരു ക്ലൈമോ കാര്യങ്ങളോ ഇല്ല, നീറ്റ് ആൻഡ് ക്ലീൻ. എത്ര ചോദ്യം? ചോദിക്കുന്ന 7 ആണ്, 6.25 കൊടുക്കുക. 6.25. 2017 ഡെൽറ്റ ഡീസൽ, ബലേനോ ഡെൽറ്റ ഡീസലാണ്, 64,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഇത് ടയർ ആവറേജിന് മുകളിലുണ്ടല്ലേ? ആവറേജിന് മുകളിൽ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാ. ഫോർഡ് പവർ വിൻഡോസ് അല്ലേ? അതെ, ക്ലീൻ വണ്ടി. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ ഡീസൻ്റ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. നമുക്കൊരു 5,90 കൊടുക്കാൻ പറ്റും. 5,90. ഒരു 60-70 രൂപയ്ക്കുണ്ടെങ്കിൽ ഇറക്കാം. പിന്നെന്താ, 5 ലക്ഷം രൂപ ഫിനാൻസ് ലോൺ കയറും. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഡീസൽ, 47,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വരുന്ന ഡീസൽ വണ്ടി. ഇത് കിലോമീറ്റർ ജെന്യൂനാണോ? എല്ലാം, അതിനകത്ത് വേറെ ഒന്നുമില്ല. 2017 അല്ലേ? 14-15, 47,000 കിലോമീറ്റർ. അതാ ഞാൻ ചോദിച്ചു, ഇത്ര ഓടിയിട്ടുള്ളൂ. പുതിയ സീറ്റ് കാര്യങ്ങൾ നോക്കിയോ, വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കി, ക്ലീനാണെന്ന് നോക്കിയോ. വീഡിയോ 4.5 കൊടുക്കുക. 4.5. ടയർ പുതിയ ഇട്ടേക്കുക? പുതിയത് 4 മാറിയത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല അല്ലേ? ഒന്നുമില്ല, ക്ലീൻ ആയിട്ട് കിടക്കില്ല. ഷെഡിൽ കിടക്കുന്ന വണ്ടിയല്ലേ, പോർച്ചി കിടന്നേ. 2022 VXI, 27,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 27. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? കമ്പനി ടയർ ഇരിക്കുന്നു. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ല. 27 കിലോമീറ്റർ, 650. സീറ്റ് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ?
അപാകതകൾ എന്ന് പറയാൻ ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ ഡീസൻ്റാണ്, കുഴപ്പമില്ല. ടയർ ഫസ്റ്റ് ടയർ കിടക്കുന്ന ഓരോ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇത് ഫുൾ ഓൺ കയറുന്ന വല്ല വണ്ടി ഉണ്ടോ? എല്ലാം ഏതായത് 50, 60, 70 ഒക്കെ വേണ്ടി വരും. 2021 മോഡൽ VXI എക്സ്പ്രസോ. ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓണറാണ്. ഒരു വീട്ടിൽ മാറിയതാ. ഓക്കെ, അത് അഡ്രസ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ഈ കള്ളത്തരമൊന്നുമില്ല. അഡ്രസ്സ് 12,000 കിലോമീറ്റർ. 12,000 11 എത്ര ഓടിയിട്ടുണ്ട്? ടയർ വില വരുമ്പോൾ 4,400 വരും. 4,400. എന്തെങ്കിലും കുറയുമോ? എന്തായാലും ചെയ്യാം. വിലയിൽ വ്യത്യാസം വരും, പക്ഷെ ഫ്രഷ് വണ്ടി അല്ലേ? ഇഷ്ടം പോലെ 12 എന്നൊക്കെ പറയുമ്പം ഒന്നും ഓടിയിട്ടില്ലല്ലോ. നീറ്റായിട്ട് ഇരിപ്പുണ്ട്, വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു പ്രൈസിലൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വിശ്വസിച്ച് വന്നെടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഷോപ്പാണ്. നമ്മൾ ഒരുപാട് വട്ടം വന്നെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മോശമൊന്നുമല്ല. ഒരുപാട് നല്ല വണ്ടികൾ തിരഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യുന്നൊരു ഷോപ്പാണ്. അപ്പോൾ വീഡിയോ കുറവായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വിശ്വസിച്ച് വന്നെടുക്കാവുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ വീഡിയോ ഈ പ്രൈസുകളിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ.